ഹലോ ഗൈസ്, എല്ലാവർക്കും ജാനകീസ് ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ഗോവൻ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. നമ്മളിവിടുന്ന് നേത്രാവതി എക്സ്പ്രസ്സിൽ 6 മണിക്കുള്ള നേത്രാവതി എക്സ്പ്രസ്സിനാണ് പോകുന്നത്. രാവിലെ 6 മണിക്കോടെ എത്തും. ബാക്കി വിശേഷങ്ങൾ ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ ആരൊക്കെയാണ് പോകുന്നതെന്നുള്ളതെന്ന് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗോവൻ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ അധികം വലിയൊരു ബഡ്ജറ്റൊന്നും അല്ല ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ബഡ്ജറ്റിൽ ട്രെയിനിൽ ഗോവയിൽ പോവുക, 2 ദിവസം അവിടെ സ്പെൻഡ് ചെയ്യുക. എന്നിട്ട് അതൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു പാക്കേജാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ മുമ്പോട്ടുള്ള വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ ഇത്രയും പേരാണ് പോകുന്നത്. സാധാരണ ഗോവയിൽ ബാച്ചിലേഴ്സും ഒക്കെയാണ് അടിച്ചു പൊളിക്കാൻ പോകുന്നതെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് 2 ചെറിയ കുട്ടികളും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം നമുക്ക് ആ കാഴ്ചകളിലേക്ക് കടക്കാം. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ ട്രെയിൻ വരും. ഇപ്പോൾ ട്രെയിനിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ട്രെയിനിൽ ഗോവയിൽ പോയിട്ട് മടങ്ങി വരുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഗോവയിലേക്ക് പോകാനുള്ള ഒരു കാത്തിരിപ്പ്, ട്രെയിൻ വരാൻ വേണ്ടി നേത്രാവതി എക്സ്പ്രസ്സിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പാണ്. ഇവിടെ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ വരും. ഞങ്ങൾക്ക് അതിനകത്താണ് പോവേണ്ടത്. ഇവിടുന്ന് കാലിക്കട്ടിൽ നിന്ന് തിരുവമ്മിലേക്കാണ് ഞങ്ങളുടെ യാത്ര. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളോടൊപ്പം സ്വാഗതം. നമുക്ക് എങ്ങനെ പൊന്നൂസ് എവിടെ പോവാ? പൊന്നൂസ് എവിടെ? കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ്. നമ്മളിപ്പോൾ 4th പ്ലാറ്റ്ഫോമിലാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വെയിറ്റ് ചെയ്യുന്നത്. ട്രെയിൻ ഇപ്പോൾ വരുന്നതായിരിക്കും. ഇതാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് വന്നുകൊണ്ടേയിരിക്കുന്നു. ഗോവയിലേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങൾ AC ആണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പം ഇതാണ് നമുക്ക് പോകേണ്ട ട്രെയിൻ. ഗോവയിലേക്ക് പോകേണ്ട ട്രെയിനാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും എക്സൈറ്റ്മെന്റ്. ട്രെയിനകത്ത് കയറി. അപ്പം അകത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കയറിയ ഉടനെ തന്നെ 2 ചെറിയ കുട്ടികൾ ജാനുവും പൊന്നൂസും ഒക്കെ അപ്പർ ബർത്തിൽ കയറി. അവിടെ ഒരു സൈഡ് ലാമ്പൊക്കെ ഉണ്ട്. അതൊക്കെ ഓൺ ചെയ്ത് ഇങ്ങനെ വടയും അതും ഇതൊക്കെ വാങ്ങി കഴിക്കാൻ തുടങ്ങി. അനു താഴെ ഇരിക്കുന്നു. ഞങ്ങൾ സൈഡ് ബർത്താണ് ഞങ്ങൾക്കുള്ളത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാറിലൊക്കെ പോകുന്നതിനെക്കാട്ടിയും എന്തുകൊണ്ടും നല്ല ഭംഗിയാണ് ട്രെയിൻ യാത്ര. പ്രത്യേകിച്ച് ഗോവയിൽ പോകുന്നവർ ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രെയിനിലൊന്ന് പോയി നോക്കണം. കാണുന്ന കാഴ്ചകളും ഒക്കെ ഭയങ്കര ഭംഗിയായിരിക്കും. ഇതിപ്പം നമ്മൾ ശരിക്കും കാലിക്കട്ട് വിട്ടതേ ഉള്ളൂ. അപ്പോൾ ഇത് കാലിക്കട് കഴിഞ്ഞ് തലശ്ശേരി ആ ഭാഗം എത്തുമ്പോഴുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. എന്താണ് നിങ്ങൾ കഴിക്കുന്ന മക്കളെ? മുന്തിരിങ്ങ. ജാനു എന്താണ് കഴിക്കുന്നത്? ഓ, ബെഡ് സൈഡ് ലാമ്പൊക്കെ കേട്ടോ. സമയം 4:30 ആയിട്ടുണ്ട്. കാൻവാർ സ്റ്റേഷൻ എത്തി. നമ്മളൊരു വെറൈറ്റി സ്റ്റേഷൻ കാണാൻ പോവാണ്. കളവണ സ്റ്റേഷനാണ്. ഇത് ഒരു കഥയാണ് ഗൈസ്. പണ്ട് പോർച്ചുഗൽക്കാരാണ് ഈ ഗോവനെ നോക്കി ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവരിട്ട പേരുകളാണ് കളവണ എന്നൊക്കെ പറഞ്ഞ്. നിങ്ങളുടെ നിലവാരം താന്നു പോരുത്. കാനക്കോണയാണ്, കണക്കുണയല്ല. അവര് പറയുന്ന ചിലപ്പോ ഇങ്ങനെ കലക്കോട നോക്കുന്നത്. അപ്പൊ പൊന്നൂസിനെ രൂപയാൻറ്റി ഇല്ലേ നോക്കുന്നില്ലേ, അതേപോലെ ഗോവനെ പോർച്ചുഗൽക്കാരായിരുന്നു നോക്കിയത്. അങ്ങനെ ഒരാളാണ്. ഒരു രാശിയാണ്.
രാവിലെ വെളുപ്പിന് എത്ര മണിയായി? സമയം 4 മണി. അപ്പൊ 4 മണിക്ക് എഴുന്നേറ്റിട്ട് ഗോവയുടെ ചരിത്രം പറയുന്ന 2 കുഞ്ഞ് അപ്പൊ ചരിത്രകാരന്മാരെ കാണുക. ആൾക്കാരാണ് ഇതേപോലെ ഇട്ടത്. പണ്ട് നല്ല റെസ്പോൺസ്. ഈ രാജ്യത്തിന്റെ പേരില്ലേ കളവള, അതാണ് ഇട്ടത് കേട്ടോ. റിയലി റിയലി ഇതിന്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ഗൈസ്, നമ്മൾ നെക്സ്റ്റ് കയറാൻ പോകുന്നത് മഡ്ഗോവ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പം ഗോവയിൽ വരുന്ന മിക്കവാറും ആൾക്കാർ ഈ റെയിൽവേ സ്റ്റേഷനാണ് പ്രിഫർ ചെയ്യുന്നത്. വളരെ കുറച്ച് ആൾക്കാരാണ് തിവീമിൽ ഇറങ്ങുന്നത്. പക്ഷേ കറക്റ്റായിട്ട് നിങ്ങൾ തിവീമിൽ തന്നെയാണ് ഇറങ്ങേണ്ട. കാരണം മഡ്ഗോവയിൽ എന്ന് പറഞ്ഞാൽ സൗത്ത് ഗോവയാണ്. ഏറ്റവും കൂടുതൽ കാണാനുള്ളത് നോർത്ത് ഗോവയാണ്. നോർത്ത് ഗോവയുടെ വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് തിവീം റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ മഡ്ഗോവയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്ത് വേണം നമ്മൾ നോർത്ത് ഗോവയിൽ വരാനായിട്ട്. അതുകൊണ്ട് നമുക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള സ്റ്റേഷൻ തിവീം തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എന്തുകൊണ്ടാണ് ട്രെയിൻ യാത്ര പ്രിഫർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്, ഈ കാഴ്ചകൾ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും മനോഹരമായ കാഴ്ചകൾ ഒരുപക്ഷെ നമ്മൾ കാറിൽ പോയാലോ ഫ്ലൈറ്റിൽ വന്നാലോ ഒന്നും കാണാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ഈ ട്രെയിൻ ഇതിലും കുറച്ചും കൂടെ ഭംഗിയാണ്. നമ്മൾ ഫുള്ള് ഇത് കുറേ സമയം ഞങ്ങളിപ്പോൾ രാത്രി ഫുള്ള് ഉറങ്ങിപ്പോയി. ഇപ്പോൾ രാവിലെ വെളുപ്പിനുള്ള ഒരു കാഴ്ചകൾ മാത്രമേ നമുക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. പക്ഷെ നമ്മൾ പകലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ കൊങ്കൺ റെയിൽവേയും അതുപോലെ ജോഗ് ഫോൾസും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഗോവയിലെത്താം ട്രെയിൻ യാത്രയിൽ. ഇപ്പോൾ ഞങ്ങൾക്ക് രാവിലത്തെ കാഴ്ചകൾ മാത്രമാണ് കാണാൻ. അത് തന്നെ ഭയങ്കര മനോഹരമായ കാഴ്ചകളാണ്. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നതും ആ ഒരു സൺറൈസൊക്കെ കാണാനായിട്ട് എന്ത് രസമാണ്. അതൊക്കെ നമ്മൾ മിസ് ചെയ്യും. അതുകൊണ്ട് ട്രെയിൻ യാത്ര ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. സോ നമുക്ക് എന്തുകൊണ്ടും സാമ്പത്തികമായിട്ടും കുറഞ്ഞ ചിലവിലും അതേപോലെ ഇത്രയും മനോഹരമായ കാഴ്ചകളും കണ്ട് ഗോവയിൽ പോകാൻ കഴിയുന്ന മറ്റൊരു മാർഗം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഇതാണ് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ളൊരു ഒരു യാത്ര എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമ്മളിപ്പം ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ തിവീം സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. ഗൈസ്, നമ്മൾ തിവീം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ആണ് ഞങ്ങളുടെ ട്രെയിൻ. ഇതാണ് ഞങ്ങളുടെ ട്രെയിൻ. അപ്പോൾ ഞങ്ങൾ തിവീം സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പോൾ ഗോവയിൽ പോകാനായിട്ട് വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 2 പ്രധാനപ്പെട്ട സ്റ്റേഷൻസ് ആണുള്ളത്, മഡ്ഗോവയും തിവീമും. നമ്മൾ തിവീം സ്റ്റേഷനിൽ ഇറങ്ങണം. അവിടെയാണ് നോർത്ത് ഗോവ. നോർത്ത് ഗോവയിലാണ് കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. ഫേമസ് ആയിട്ടുള്ള ബാഗ ബീച്ച് ഇതെല്ലാം വരുന്നത് ഇതിനടുത്തായിട്ടാണ്. സോ നമ്മൾ തിവീം സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. മഡ്ഗോവ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വരാനായിട്ട് ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. അവിടെ നമ്മൾ പ്രിഫർ ചെയ്യുന്ന സ്റ്റേഷൻ തിവീം സ്റ്റേഷനാണ്. അത്യാവശ്യം വലിയ സ്റ്റേഷനാണ്. ഇതാണ് ഞങ്ങൾ വന്ന നേത്രാവതി എക്സ്പ്രസ്. നല്ലൊരു ചെറിയ സ്റ്റേഷനൊന്നുമല്ല, അത്യാവശ്യം വലിയ സ്റ്റേഷൻ തന്നെയാണ്. എൻ്റെ എല്ലാവരും ഉണ്ട്. സാഗർ, നൂബി, പൊന്നൂസ്, ജാനു, ഹായ് നാണി, ഹായ്. ഉറക്കത്തിൻ്റെതായ യാതൊരു ഒരാളും കൂടെ ഉണ്ടല്ലേ ഇവിടെ. ഇന്ത്യടി ആ ഫ്രണ്ടിൽ പോയി. ഉണ്ട്. ഗോവ കാണാൻ ഇറങ്ങിയിരിക്കുന്നത്. പണ്ട് ജഗതി പറഞ്ഞിടക്ക് ഊട്ടി കാണാൻ വന്നിരിക്കുന്നു. ഗൈസ്, ഇതാണ് തിവീം സ്റ്റേഷൻ. സോ ബൈ 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 ബൈ. നമ്മുടെ ട്രെയിൻ പോകുന്നു. ഇത് തിവീം സ്റ്റേഷൻ്റെ വെളിയിലോട്ടുള്ള വഴിയാണ്, പോകുന്ന വഴികളാണ്. അത്യാവശ്യം നല്ല തിരക്കാണ്. ശരിക്കും ഓഫ് സീസണാണ് ഞങ്ങൾ പോയത്. എന്നിട്ട് പോലും അത്യാവശ്യം നല്ല തിരക്കാണ്. പുറത്തിറങ്ങുമ്പം തന്നെ അവർ ഒരുപാട് ടാക്സികളും ഒക്കെ നമുക്ക് വേണ്ടി പാസഞ്ചേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ആക്ച്വലി ഒരു പാക്കേജാണ്. അപ്പം ഞങ്ങളെ വിളിക്കാനായിട്ട് ഒരു പയ്യൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വണ്ടി. അപ്പം ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ട് ഇനി റൂമിൽ പോയി പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് പറഞ്ഞു നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം ഞങ്ങൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തതാണ്. സമീർ എന്നാണ് ഞങ്ങളുടെ പാക്കേജ്
അറേഞ്ച് ചെയ്ത പയ്യൻ്റെ പേര്. പുള്ളിയാണ് ഞങ്ങൾക്ക് മലയാളിയാണ്. അപ്പം ഞങ്ങൾ ഗോവയിൽ വരുന്നതെന്ന് അറിഞ്ഞപ്പം ഹസ്ബൻഡ് ഒരു ഫ്രണ്ട് വഴിയാണ് സമീറിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ സമീറാണ് ഞങ്ങൾക്ക് ഗോവയിൽ അക്കോമഡേഷനും അതേപോലെ വണ്ടി അറേഞ്ച് ചെയ്യുന്നതും ഫുഡ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് 2 days 2 ദിവസമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2 ദിവസവും ഞങ്ങളെ അവിടെ എല്ലാം കൊണ്ടുപോയി കറക്കി തിരിച്ച് ഞങ്ങൾ മഡ്ഗോവൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ബുക്ക് ചെയ്തിരിക്കുന്ന നാട്ടിലേക്ക്. അവിടെ വരെ കൊണ്ടുവന്ന് ഇറക്കുന്ന പാക്കേജാണ് സമീർ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ പാക്കേജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ വരും വീഡിയോകളിൽ നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോകളിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോവയിലെ കുറേ കാഴ്ചകളാണ്. ശരിക്കും ഒരു കേരളം എങ്ങനെയാണ് അത് തന്നെയാണ് ഗോവ. നമുക്ക് യാതൊരു വ്യത്യാസവും അവിടെ ഫീൽ ചെയ്യത്തില്ല. കുറേ പള്ളികളും പോർച്ചുഗീസ് മാതൃകയിലുള്ള പല പള്ളികളും നമുക്കവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ഞങ്ങൾ എത്തി നിൽക്കുന്നത് ഞങ്ങൾക്ക് അക്കോമഡേഷൻ പറഞ്ഞിരിക്കുന്ന സ്ഥലത്താണ്. ശരിക്കും ഒരു ഫ്ലാറ്റ് 2 BHK ഫ്ലാറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങൾ റൂമിലൊക്കെ പോയി ഫ്രഷായി അതിന് ശേഷമായിരിക്കും നമ്മൾ കറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. ഇവിടെ കുറേ ഫ്ലാറ്റുണ്ട്. ഒരു കോംപ്ലക്സാണ്, കുറേ ഫ്ലാറ്റുകളുടെ ഒരു കോംപ്ലക്സാണ്. അപ്പം ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും ഒക്കെയുണ്ട്. അപ്പം നമുക്ക് അതെല്ലാം കണ്ട്, പക്ഷെ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഭംഗിയുള്ളൊരു സ്ഥലമാണ്. കുറച്ച് പഴയ ഫ്ലാറ്റുകളാണ്, അത്ര പുതിയ ഫ്ലാറ്റുകളൊന്നുമല്ല, കുറച്ച് പഴയ ഫ്ലാറ്റുകളാണ്. ഒരുപാടെണ്ണം ഉണ്ട്, 1 2 3 4 ഒരു 6-7 ഫ്ലാറ്റുകളുള്ള ഒരു കോംപ്ലക്സാണ്. ഒരു സ്വിമ്മിംഗ് പൂളും അതിന് അത്യാവശ്യം കുഴപ്പമില്ല. ഞങ്ങളൊരു ദിവസം അവിടെ സ്റ്റേ ചെയ്യുന്നുള്ളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫാമിലി ആയതുകൊണ്ടും നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു അക്കോമഡേഷൻ. നമ്മൾ ഗോവയിൽ താമസിക്കുന്ന വീട് ഒരു 2 BHK ഫ്ലാറ്റാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് കാണാം. ഇതൊരു ചെറിയൊരു ഡ്രോയിങ് സ്പേസ് ആണ്. ഇവിടെ ഒരു 2 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഇങ്ങനെ ഒരു ബെഡൊക്കെ ഈ സെറ്റ് ചെയ്യാനില്ല, നമുക്ക് ബെഡായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു TV ഉണ്ട്. ഇത്രയാണ് ഡ്രോയിങ് റൂമിൻ്റെ കാഴ്ചകൾ. പിന്നെ വന്നിട്ട് ഇവിടെ 2 ബെഡ്റൂമുണ്ട്. ഫസ്റ്റ് ബെഡ്റൂം ഇതാണ് ഒരു ബെഡ്റൂം. അതിന് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. ഇവിടെയാണ് ഒരു കോമൺ ബാത്റൂം. കാണിച്ചു അതിനകത്ത് ഹീറ്ററും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. ഇത് സെക്കൻഡ് റൂമാണ് അല്ലേ? ഇതിനകത്ത് സെക്കൻഡ് റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പക്ഷെ അതിനകത്ത് ആള് നിന്ന് പല്ലി വെക്കുന്നു. ഒരു ചെറിയ ആള്, അതാ ചെറിയ ആള്. അവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഭയങ്കര ഓൾഡ് ബിൽഡിംഗ് ആണ് കേട്ടോ. അങ്ങനെ അതൊരു പ്രശ്നമുണ്ട്. പിന്നെ ഇതൊരു കോമൺ പൂളാണ്. ഇവിടെ ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂള് കാണാമല്ലോ. ഇതൊരു ചെറിയ സ്വിമ്മിംഗ് പൂളാണ്. നമുക്ക് ഈ അക്കോമഡേഷൻ, ഫുഡ്, വണ്ടി, ഡ്രൈവർ ഇതെല്ലാം കൂടി ചേർത്ത് ഒരാൾക്ക് 4500 വെച്ചായിരുന്നു ഞങ്ങളുടെ പാക്കേജ്. കുട്ടികൾക്ക് 3 കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് 3 പേർക്കും കൂടെ ഒരാളുടെ ഫെയർ കൊടുക്കേണ്ടി വന്നു. ഇപ്പം ഗൈസ് ഇവിടെ ഗോവയിൽ പോകാനായിട്ട് എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ്. യോയോ ശരിയാണ്. ആരൊക്കെയാ? ഞാനും ജാനുവും. അപ്പൊ ഹലോ ഗൈസ്, അപ്പൊ നമ്മള് റെഡി ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങള് വണ്ടി വരണം. വണ്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മുമ്പില്. വണ്ടി വന്ന ഉടനെ ഞങ്ങള് ഗോവൻ ട്രിപ്പ് ഫസ്റ്റ് ഡേ ഇവിടെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ എവിടെയൊക്കെയാണ് കവർ ചെയ്തതെന്നുള്ളത് നമ്മള് ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നതായിരിക്കും. ഈ നിൽക്കുന്ന വ്യക്തി എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് എൻ്റെ ഭർത്താവ്. എല്ലാവരും ഒരേപോലത്തെയൊക്കെ ഡ്രസ്സിലൊക്കെ ഇരിക്കുന്ന നിൽക്കുകയാണ്. ഇവരുടെയൊക്കെ വിചാരം ഇവരാണ് ഗോവ റൺ ചെയ്ത്. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം അഗോഡ ഫോർട്ട് കാണാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ. അപ്പം നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് കയറും. അപ്പം ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മളെ സമീർ കൊണ്ടുപോകുന്നത് ഒരു കേരള ഹോട്ടലിലേക്കാണ്. അപ്പോൾ ഗോവ എന്ന് പറയുന്ന വളരെ ചെറിയൊരു സംസ്ഥാനമാണ്. 2 സ്റ്റേറ്റുകളെ ആകെ ഉള്ളൂ.
നോർത്ത് ഗോവ ആൻഡ് സൗത്ത് ഗോവ. പിന്നെ അതിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് പനാജിയാണ്. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്ന് നിൽക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാം, മൊത്ത സ്ഥലത്തും ഇതേപോലെ ഒരു സൈഡിൽ ഓണർ താമസിക്കും, തൊട്ടടുത്ത് തന്നെ ആൾക്കാർക്ക് അക്കോമഡേഷന് വേണ്ടിയിട്ട് ബിൽഡിങ്സ് കെട്ടിയിട്ടേക്കാണ്. ഇത് പല സ്ഥലങ്ങളിലും നമുക്ക് ഗോവയിൽ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഞങ്ങൾ മസാല ദോശയാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും മസാല ദോശയൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി ഫുഡെല്ലാം കഴിച്ചിട്ടായിരിക്കും ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര തുടരുന്നത്. അപ്പം എല്ലാവരും ഇങ്ങനെ ചായയും മസാല ദോശയും ഒക്കെ കഴിച്ച് ഇനി അടുത്ത നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. ചെറിയൊരു സ്റ്റേറ്റ് ആണെങ്കിൽ കൂടിയും ധാരാളം ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടായിരിക്കാം റോഡുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. നല്ല റോഡുകളും കാര്യങ്ങളും ഒക്കെയാണ്. അതായത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് അവർ നന്നായിട്ട് പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്റ്റേഡിയമാണ് കാണുന്നത്. ഞങ്ങൾ അന്ന് ചെല്ലുന്ന ദിവസം ശിവരാത്രി ആയിരുന്നു. ഇതൊരു ശിവൻ്റെ അമ്പലമാണ്. അവിടുത്തെ ആ ശിവരാത്രിയുടെ ഒരു തിരക്കുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അഗോഡ ഫോർട്ടിലോട്ട് പോകുന്ന വഴിയിൽ ഒരു കാഴ്ചയാണ്. എവിടെ തിരിഞ്ഞ് നോക്കിയാലും നമുക്ക് ബീച്ചുകളൊക്കെയാണ്, നിറയെ ബോട്ടുകളും ഫിഷിങ്ങും ഇതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ കണ്ട ഒരു കാഴ്ചയാണിത്. ധാരാളം ബോട്ടുകൾ ഇങ്ങനെ ഒതുക്കിയിട്ടിട്ടുണ്ട്. ഒരുപാട് നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. നല്ല ഭംഗിയായിട്ട് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് ഓരോ സ്ഥലങ്ങളും ഗോവയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ഫോർട്ട് അഗോഡയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അതിലെ കാഴ്ചയിലേക്ക് നമുക്ക് പോകേണ്ട സ്ഥലം ഈ കാണുന്നതാണ് അഗോഡ ഫോർട്ട്. അത്യാവശ്യം നല്ല വെയിലുണ്ട്. അവരെല്ലാവരും തൊപ്പി മേടിക്കാനായിട്ട് പോയിരിക്കുകയാണ് ഗൈസ്. ഗൈസ് ഇവിടെ തൊപ്പി മേടിക്കുന്നു. തൊപ്പി ഇൻ്റർനാഷണൽ വിമൻസ് ഡേ പ്രമാണിച്ചിട്ട് നമുക്കിവിടെ അഗോഡ ഫോർട്ടിൽ ഫ്രീ എൻട്രി ആണ്. ഇവിടെ ടിക്കറ്റ് ഒന്നും എടുക്കാതെ ഇവരെല്ലാവരും നടക്കുന്നുണ്ടോ? ആ 2 വലിയ കുട മേടിച്ചു. ഭയങ്കര വെയിലാണ്. അടി ഉണ്ടാക്കി 2 കുട 500 രൂപയ്ക്ക് മേടിച്ചിട്ട് അവർ വിജയശ്രീയിൽ ആളിതരായി നടക്കുന്നു. കുടയ്ക്ക് 250 രൂപ, ഒരു കുടയ്ക്ക് 250 രൂപ, ഒരു തൊപ്പിക്ക് 150 രൂപ. അപ്പൊ ഞങ്ങളല്ലേ അമ്മ കലാപം അല്ലേ, ഇത്രയും പേര് കൂടി 2 കുട. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പോർച്ചുഗീസിന്റെ അധിനിവേശം കുറേ കാലം ഗോവയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ 1612 പോർച്ചുഗീസുകാർ ഈ അഗോഡ ഫോർട്ട് നിർമ്മിക്കുന്നത്. അവരുടെ ശത്രുക്കളായിരുന്ന മറാത്തികളെയും ഡച്ചുകാരെയും ചെറുക്കാൻ വേണ്ടിയായിരുന്നു ഭീമാകാരമായ ഈ അഗോഡ ഫോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ശ്രമിക്കാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ അഗോഡ ഫോർട്ട്. 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഗോവ പോർച്ചുഗീസുകാർ പിടിച്ചടക്കിയത്. അപ്പോൾ മുതൽ തന്നെ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഡച്ചുകാരും എല്ലാം തന്നെ ഗോവ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിനാൽ കടൽ വഴിയുള്ള ആക്രമണം ചെറുക്കാൻ വേണ്ടിയാണ് 5 കിലോമീറ്റർ നീളമുള്ള അഗോഡ ഫോർട്ട് നിർമ്മിക്കുന്നത്. ശത്രുക്കൾക്ക് ഒരിക്കലും കീഴടക്കാൻ കഴിയാത്ത ചുരുക്കം ചില കോട്ടകളിൽ ഒന്നാണ് ഇത്. പോർച്ചുഗീസ് പൈതൃകത്തിൻ്റെയും വാസ്തുവിദ്യയുടെയും ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ കോട്ട. നമ്മൾ കയറി വരുന്ന വഴിയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് ട്രെഞ്ചുകൾ കാണാം. ഒരു ശത്രുക്കൾക്ക് പെട്ടെന്ന് വന്ന് ഈ കോട്ടയെ ആക്രമിക്കാനായിട്ട് കഴിയത്തില്ല. അതിനു വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ട്രെഞ്ചുകളാണ് നമുക്ക് കയറുന്ന സൈഡിൽ തന്നെ കാണാൻ കഴിയുന്നത്. ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ട സന്ദർഭങ്ങളിൽ ടിക്കറ്റ് കളക്ട് ചെയ്യാനായിട്ട് അവിടെ ഒരാളുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ കയറി വരുന്ന എൻട്രൻസ് ആണിത്. ഇത് ഫുൾ കല്ലുകൾ കൊണ്ടുള്ളൊരു നിർമ്മിതിയാണ്. ഈ സ്റ്റെപ്പുകളെല്ലാം തന്നെയും വെട്ടുകല്ലാൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റാണ് നമുക്കിതിലൂടെ മുകളിലോട്ട് കയറുമ്പോൾ കിട്ടുന്നത്. കുറച്ചും കൂടെ മുകളിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു പോർച്ചുഗീസ് നിർമ്മിതിയാണ് ലൈറ്റ് ഹൗസ്. 1864 ഇത് സ്ഥാപിക്കുന്നത്. കടൽ മാർഗം വരുന്ന യൂറോപ്യൻസിന് വഴികാട്ടാനും വഴിതെളിക്കാനും വേണ്ടിയിട്ട് ആയിരുന്നു അന്ന് ഈ ലൈറ്റ് ഹൗസ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 400 വർഷം പഴക്കമുണ്ട്.
ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ലൈറ്റ് ഹൗസുകളിൽ ഒന്നാണ്. 4 നിലകളിലായിട്ടാണ് ഈ ലൈറ്റ് ഹൗസ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. പോർച്ചുഗീസ് പൈതൃകത്തിൻ്റെയും വാസ്തുവിദ്യയുടെയും ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കോട്ട. ലൈറ്റ് ഹൗസിന് ഏകദേശം 10 മീറ്റർ ഹൈറ്റും 12 മീറ്റർ വീതിയുമാണ് ഉള്ളത്. പണ്ട് കാലങ്ങളിൽ ഇത് 7 മിനിറ്റ് കൂടുമ്പോൾ ഇതിൽ ലൈറ്റ് പ്രകാശിപ്പിച്ചുകൊണ്ട് ഇരുന്നു. ഇപ്പം ഇത് പ്രവർത്തനരഹിതമാണ്. ഒപ്പം വിസിറ്റേഴ്സിനെയോ ആരെയും തന്നെ ഇതിനകത്തോട്ട് കയറ്റിവിടുന്നൊന്നുമില്ല. ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്ന മറ്റൊരു കാഴ്ചയാണ് കടലിൻ്റെ വ്യൂ. വളരെ മനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണ് നമുക്കിവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. നിലകളിലായിട്ടാണ് ഇവിടുത്തെ ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഇവിടെ പ്രവേശനമുണ്ടായിരുന്നു, വിസിറ്റേഴ്സിന് അകത്ത് കയറാൻ പറ്റുമായിരുന്നു. ഇപ്പോഴാണ് ഇത് ഫുള്ള് അടച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ കോട്ടയുടെ ചുറ്റുമുള്ള ഒരു കാഴ്ച വളരെ മനോഹരമായി കാണാൻ കഴിയുന്ന ഒരു വ്യൂ പോയിന്റ് കൂടിയാണ് ഇവിടം. ഇത് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയും. ഇത് ജലം സംഭരിക്കുന്ന കിടങ്ങുകളാണ്. 15ഓളം ഫ്രഷ് വാട്ടർ സ്പ്രിംഗ് സ്പോർട്സ് ഇവിടെ കാണാൻ കഴിയും. മറ്റൊരു അതിശയിപ്പിക്കുന്ന പോർച്ചുഗീസ് നിർമ്മിതിയാണ് ഇവിടുത്തെ ജലസംഭരണികൾ. 23 ലക്ഷം ഗാലൻ വെള്ളം സംഭരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കിടങ്ങുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഫ്ലാറ്റ് റെക്ടാങ്കുലർ ടാങ്ക്സ് അല്ലെങ്കിൽ ചെറിയ വാതിലുകളുള്ള പരന്ന ചതുരത്തിലുള്ള ടാങ്കുകൾ ചെറിയ സ്ലോപ്പോട് കൂടിയ അണ്ടർഗ്രൗണ്ട് വാട്ടർ സ്റ്റോറേജ് ടാങ്കുകളാണ് നിങ്ങൾ മുമ്പേ കണ്ടത്. അപ്പർ പാർട്ടും ലോവർ പാർട്ടും ഉണ്ട്. അപ്പർ പാർട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോവർ പാർട്ടിൽ ഈ ഷിപ്പുകളൊക്കെ വന്ന് അടുക്കാനായിട്ടും ഉപയോഗിച്ചിരുന്ന സ്ഥലം. ശുദ്ധജലം അഥവാ സ്വീറ്റ് വാട്ടർ സംഭരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടാങ്കുകൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വെള്ളം ഇവിടെ അടുക്കുന്ന കപ്പലുകളിലെ ജീവനക്കാർക്ക് കുടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഫോർട്ടിനെ അഗോഡ എന്ന പേര് വന്നത്. അഗോഡ എന്ന വാക്കിൻ്റെ അർത്ഥം പോർച്ചുഗീസ് ഭാഷയിൽ ശുദ്ധജലം എന്നാണ്. ഇത് നമുക്ക് ആ ടാങ്കുകളുടെ കുറിച്ചുള്ള ഒരു വിവരണം, അതിൻ്റെ കപ്പാസിറ്റി, അതിലേക്ക് എങ്ങനെ ഇറങ്ങുന്നു, അതിൻ്റെ അടിയിൽ എന്തൊക്കെയുണ്ട്, അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ വിവരണവും ഒരു മാപ്പുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആ 15 വാട്ടർ റിസർവോയേഴ്സ് ആണ് ഈ കാണുന്നത്. ഇത്രയും ഇതിലൂടെ വെള്ളം ശേഖരിച്ചിട്ട് ഇവിടെ ഇതിനകത്തൊരു ടാങ്ക് ഉണ്ട്, അതിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഈ കോട്ടയുടെ അപ്പർ പാർട്ടിൽ വാട്ടർ റിസർവോയേഴ്സ് കൂടാതെ 79ലധികം പീരങ്കികളും അടിയന്തര ഘട്ടങ്ങളിൽ രക്ഷപ്പെടാനുള്ള തുരങ്കങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഗൺ പൗഡർ റൂമും ഒക്കെ ഉണ്ടായിരുന്നതായാണ് പറയുന്നത്. ഈ കാണുന്നത് ഗോവയുടെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളുടെ പഴയ രൂപവും പുതിയ രൂപങ്ങളും അടങ്ങിയ ചിത്രങ്ങളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രശസ്തമായ പള്ളികളും അതേപോലെ അഗോഡ ഫോർട്ടിൻ്റെ പഴയ രൂപവും പുതിയ രൂപവും മറ്റുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഫേമസ് ആയിട്ടുള്ള പല സ്ഥലങ്ങളുടെയും ഓൾഡും ന്യൂവും ആയിട്ടുള്ള ചിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. അഗോഡ ഫോർട്ട് ഏകദേശം എല്ലാം കണ്ട് മടങ്ങി വന്ന് പുറത്തിറങ്ങിയ സീനാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ നമുക്ക് എല്ലാവരും നടന്ന് അത്യാവശ്യം ക്ഷീണിച്ചിട്ടുണ്ട്. വിശ്രമിക്കാനായിട്ട് നമുക്കിവിടെ സ്ഥലമുണ്ട്. അവിടെ ഇരുന്ന് വിശ്രമിച്ചതിന് ശേഷമാണ് നമ്മൾ പുറത്തിറങ്ങിയത്. പുറത്തിറങ്ങി എല്ലാവർക്കും നല്ല ദാഹമായിരുന്നു. സോഡ നനഞ്ഞ വെള്ളവും ഒക്കെ കുടിച്ചതിന് ശേഷമാണ് നമ്മുടെ യാത്ര പിന്നെ തുടർന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഡ നാരങ്ങ വെള്ളമാണ് നമുക്കിവിടെ കിട്ടിയിരുന്നത്. അതെല്ലാം കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ നമ്മുടെ യാത്ര തുടർന്നത്. അടിപൊളിയാണോ? ഇത് കഴിഞ്ഞ് നമ്മൾ മടങ്ങി പോവുകയാണ്. അതിനുശേഷം ഞങ്ങൾ അടുത്ത
ബീച്ചിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലെങ്ത് കൂടും, നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.